മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാകാത്ത ഒരു എല്ലാ കാലത്തും ആസ്വദിക്കാൻ പറ്റുന്ന സിനിമയാണ് ചിന്താവിഷ്ടയായ ശ്യാമള. ശ്രീനിവാസൻ തകർത്തഭിനയിച്ച ഈ സിനിമയിൽ ആർക്കും മറക്കാൻ പറ്റാത്ത ഒരു സീനുണ്ട്. അദ്ദേഹം ഇറങ്ങിപ്പോകാൻ നിൽക്കുമ്പോൾ മക്കളെ കൊണ്ട് പോകല്ലേ അച്ഛ എന്ന് പറയിപ്പിക്കുന്ന ഒരു സീൻ. ആ സീനിലെ കുട്ടികളെ അങ്ങനെ പെട്ടെന്നൊന്നും പ്രേക്ഷകർക്ക് മറക്കാൻ സാധിക്കില്ല. അയ്യോ അച്ഛ പോകല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞ ആ പെൺകുട്ടി ഇപ്പോൾ എവിടെയാണ് എന്ന് പ്രേക്ഷകർ അന്വേഷിക്കുന്നുണ്ടാകും. എന്നാൽ ഏറെ നാളുകൾക്ക് ശേഷം ഇപ്പോൾ മിനിസ്ക്രീൻ പ്രേക്ഷകരോടൊപ്പം ഒരു അടിപൊളി തിരുവാതിര നൃത്തത്തിനായി എത്തിയിരിക്കുകയാണ് ഈ പറഞ്ഞ നടി കൃപ പ്രദീപ്. ഇപ്പോൾ ബീന ആൻ്റണിയോടൊപ്പവും ലക്ഷ്മിയോടൊപ്പവും നിരവധി മിനിസ്ക്രീൻ പ്രേക്ഷകരോടൊപ്പം താരങ്ങളോടൊപ്പവും തിരുവാതിരക്കളിക്ക് ഞങ്ങൾ എത്തുന്നു എന്ന് വീഡിയോ ചെയ്ത് എത്തിയിരിക്കുകയാണ് കൃപ പ്രദീപ്. വർഷങ്ങൾക്ക് ശേഷവും ഇപ്പോഴും ഞങ്ങളിത് കാണുമ്പോൾ ഞങ്ങൾക്ക് വളരെയധികം തന്നെ സന്തോഷം തോന്നുന്നുവെന്നും കുറേ നാളുകൾക്ക് ശേഷം നടിയെ കണ്ടതിൻ്റെ സന്തോഷം ഞങ്ങൾ പങ്കുവെക്കുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട്. താരത്തിൻ്റെ വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നിറയുന്നത്. കൃപ പ്രദീപ് എന്ന അക്കൗണ്ടിലൂടെ തന്നെയാണ് താരം എല്ലാ വിശേഷങ്ങളും പങ്കുവയ്ക്കാറുള്ളത്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്നതും അതുതന്നെയാണ് എന്ന് പറയാം. ആരാധകരുടെ പ്രീതി വളരെയധികം പിടിച്ചു പറ്റിയൊരു താരം കൂടിയാണ് കൃപ. എപ്പോഴും താരത്തിൻ്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറൊന്നുമില്ല. വല്ലപ്പോഴും മാത്രമാണ് ഇപ്പോൾ ചിത്രങ്ങളുമായിട്ട് എത്താറുള്ളത്. ഇപ്പോൾ ഇതാ വെണ്ണല മഹാദേവ ക്ഷേത്രത്തിൽ കൈകൊട്ടിക്കളി അഥവാ തിരുവാതിരക്കളിക്ക് ഞങ്ങൾ പോകുന്നുവെന്നും നിങ്ങളെല്ലാവരും ഞങ്ങളുടെ തിരുവാതിര കാണാനായി എത്തണേ എന്ന് പറഞ്ഞുമാണ് ഇപ്പോൾ കൃപ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബീന ആൻ്റണിയും കാണാം. ഇവരുമായി ഇപ്പോഴും നല്ല സൗഹൃദത്തിലാണ് കൃപ. അധികം സീരിയലുകളിലൊന്നും പ്രത്യക്ഷപ്പെടാറില്ലെങ്കിലും ഇപ്പോഴുമുള്ള സീരിയലുകളിലും സിനിമകളിലും പ്രേക്ഷകർക്ക് വളരെയധികം ഓർമ്മയുള്ളൊരു താരം കൂടിയാണ്. എപ്പോഴും പ്രേക്ഷകർ ഓർത്തിരിക്കുന്നൊരു താരം കൂടിയാണ്. ഒരിക്കലും പ്രേക്ഷകർക്ക് മറക്കാനാകില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് എല്ലാവരും ആ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്തകൾ കാതോർത്തിരുന്ന് കേൾക്കുന്ന ആരാധകർ ഇതും കേൾക്കുന്നുണ്ട്. ഞങ്ങൾക്കിപ്പോഴും കൃപയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഓർമ്മ വരുന്ന ഒരുപാട് കഥാപാത്രങ്ങളുണ്ടെങ്കിലും ആ സിനിമയിലെ പോകല്ലേ അച്ഛ എന്ന് പറയുന്ന കഥാപാത്രവും സീനുമാണ് കൂടുതലും ഓർമ്മ വരുന്നതെന്ന് പ്രേക്ഷകർ തന്നെ പ്രതികരിക്കുന്നുണ്ട്. അതോടൊപ്പം സോഷ്യൽ മീഡിയ ആരാധകർക്ക് തന്നെ വളരെയധികം സ്നേഹവും തുളുമ്പുന്നുണ്ട്. ഓരോരുത്തരും പറയുന്നത് ബാല്യകാലം തൊട്ട് തന്നെ നമുക്ക് അറിയാവുന്ന ഒരു കുട്ടിയായതുകൊണ്ട് അത്രയും അധികം സ്നേഹം ഞങ്ങൾക്ക് തോന്നുന്നുവെന്നും ഞങ്ങൾക്ക് ഒരിക്കലും താരത്തിനെ മറക്കാൻ സാധിക്കില്ല എന്നുമാണ്. അതോടൊപ്പം തന്നെ ആരാധകരുടെ പ്രീതി കൂടി പിടിച്ചു പറ്റുന്നൊരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നു. സോഷ്യൽ മീഡിയയിൽ കൃപയ്ക്ക് ആശംസകൾ അറിയിച്ചും ഇനിയും ഇതുപോലെ പെർഫോമൻസുകളായി വരണമെന്നും പഴയതുപോലെ അഭിനയത്തിലേക്കും ശ്രദ്ധ കൂടുതലും കേന്ദ്രീകരിക്കണമെന്നും പറയുന്നുണ്ട്. സീരിയൽ സംഘടനയോടെ തന്നെയാണ് ഇപ്പോൾ തിരുവാതിര കളിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴും കോൺടാക്റ്റുകൾ ഉണ്ട് എന്നും സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാകുന്നുണ്ടെന്നും പ്രേക്ഷകർ തന്നെ പറയുകയും ചെയ്യുന്നു. ഓരോ തവണയും സോഷ്യൽ മീഡിയ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന പോലെ തന്നെ ഒരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. ആരാധകരുടെ പ്രീതി ഒരുപാട് തന്നെയാണ് താരത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ തവണയും സോഷ്യൽ മീഡിയ പ്രേക്ഷകർ ഈ വാർത്ത ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.